നമ്മുടെ റിവിഷൻ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിൽ ഫിസിക്സിന്റെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂക്ലിയൈ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ +2 ഫിസിക്സിലെ ആറ്റംസ് വരെയുള്ള ചാപ്റ്ററുകൾ പഠിച്ച് റിവൈസ് ചെയ്ത് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ചാപ്റ്റർ ആണ് ന്യൂക്ലിയൈ. ആറ്റംസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആറ്റംസ് എന്ന് പറയുന്നത് ആറ്റംസ് കൊണ്ടാണ് എല്ലാ മാറ്ററും അല്ലെങ്കിൽ എല്ലാ സബ്സ്റ്റൻസും ഉണ്ടാക്കിയിരിക്കുന്നത്. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. ഈ ആറ്റത്തിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, വീണ്ടും ഡിവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ കാണാൻ പറ്റും. ഇങ്ങനെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ബിക്കോസ് ആറ്റം ആസ് എ ഹോൾ ഇലക്ട്രിക്കലി ന്യൂട്രൽ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ആറ്റത്തിൻ്റെ അകത്തെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആ ഒരു റീജിയൻ, അത് ആറ്റത്തിൻ്റെ സെന്ററിലാണ്. ആറ്റത്തിന്റെ സെന്റർ പോർഷൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ആ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള റീജിയനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ന്യൂക്ലിയസ് എന്ന് വിളിക്കും. ആ ന്യൂക്ലിയസിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ബോർഡ് എക്സാമിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും വരുന്ന ബോർഡ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതും അതുപോലെ ഈ ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം അല്ലേ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ. സ്റ്റേറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ന്യൂക്ലിയസിന്റെ ഏതെങ്കിലും 2 പ്രോപ്പർട്ടി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 പ്രോപ്പർട്ടി എഴുതാനേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മൾ 4 പ്രോപ്പർട്ടീസ് എങ്കിലും മിനിമം എഴുതിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് 2 മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ ന്യൂക്ലിയസിനെ പറ്റി എന്തൊക്കെ അറിയാം? നമ്മൾ ഓൾറെഡി ഇപ്പൊ ഞാൻ പറഞ്ഞു, ആറ്റത്തിൻ്റെ അകത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള റീജിയൻ ഉണ്ട്. അത് ആറ്റത്തിന്റെ സെന്ററിലാണ്. അതിനെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസിന്റെ ചാർജ് എന്താ? പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള റീജിയൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ്. പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് ആണ് ന്യൂക്ലിയസിന്. ഇനി ഇതിൻ്റെ അകത്ത് ആരൊക്കെയുണ്ട്? ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് ആരൊക്കെയാ ഉള്ളത്? ന്യൂക്ലിയസിൻ്റെ അകത്ത് 2 ടൈപ്പ് പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. ആരൊക്കെയാ? പ്രോട്ടോൺസും ന്യൂട്രോൺസും. കൺസിസ്റ്റ് ഓഫ് ന്യൂക്ലിയസ് കൺസിസ്റ്റ് ഓഫ് ആരൊക്കെയുണ്ട്? കൺസിസ്റ്റ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഇനി ആറ്റത്തിന്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. ആറ്റത്തിന്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. അപ്പൊ നമുക്കത് എഴുതത്തില്ലേ? മാസ് ഓഫ് ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ന്യൂക്ലിയസ്. ഇനി നമ്മൾ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിൽ നിന്നും തൊട്ട് മുന്നത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആറ്റംസിൽ നമ്മൾ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് പഠിച്ചു. റൂദർഫോർഡ് കണ്ടക്ട് ചെയ്ത ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അതിൽ നിന്ന് നമുക്ക് ന്യൂക്ലിയസിന്റെ സൈസ് എത്രയാന്ന് കിട്ടിയായിരുന്നു. എത്രയാ ന്യൂക്ലിയസിന്റെ സൈസ്? സൈസ് ഓഫ് ന്യൂക്ലിയസ്. സൈസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് ഇൻ ദ റേഞ്ച്. ഏത് റേഞ്ചിലാണ്? 10⁻⁻14 മീറ്റർ ടു 10⁻⁻15 മീറ്റർ. ഈ 4 പോയിന്റ് എങ്കിലും നിങ്ങൾ മിനിമം എഴുതിയിരിക്കണം. കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റുവാണെങ്കിൽ ദാറ്റ്സ് ബെറ്റർ. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദ ന്യൂക്ലിയൈ ഓഫ് ഐസോടോപ്പ് ഓഫ് എ ഗിവൺ എലമെന്റ് കണ്ടെയ്ൻസ് സെയിം നമ്പർ ഓഫ്. നമ്മൾ ന്യൂക്ലിയസിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ.
അതിൻ്റെ അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ മാസ് നമ്പറിൻ്റെ ബേസിസിലൊക്കെ നമ്മൾ ന്യൂക്ലിയസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു ആ കോമൺ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ? ഐസോടോപ്പ്, ഐസോബാർ ആൻഡ് ഐസോട്ടോൺ. ഈ 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടായിരുന്നു അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ടൈപ്പ് ന്യൂക്ലിയേഴ്സിനെയാണ് നമ്മൾ ഐസോടോപ്പ് എന്ന് വിളിക്കുന്നത്? ഐസോടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയേഴ്സ് ഹാവിങ് സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ്, മീൻസ് അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കണം. ബട്ട് ഡിഫറെന്റ് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, മീൻസ് ഡിഫറെന്റ് നമ്പർ ഓഫ് മാസ് നമ്പർ. മാസ് നമ്പറിന് വ്യത്യാസം വരും. ഇനി ഐസോബാർ ആയിരുന്നെങ്കിലോ? ഐസോബാർ ആയിരുന്നുണ്ടെങ്കിൽ സെയിം നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, മാസ് നമ്പർ സെയിം ആയേനെ, ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്. ഓക്കെ. ഇനി ഐസോട്ടോൺ ആയിരുന്നെങ്കിലോ? ഐസോട്ടോൺ ആണെങ്കിൽ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്, സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ന്യൂട്രോൺസിന്റെ നമ്പർ സെയിം ആയിരിക്കും. അതിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആരെ പറ്റിയാ? ഐസോടോപ്പിനെ പറ്റിയാ ചോദിച്ചിരിക്കുന്നത്. ഐസോടോപ്പിന് സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അറ്റോമിക് നമ്പർ ആണ് സെയിം. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഹൗ ദ സൈസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് എക്സ്പെരിമെന്റലി ഡിറ്റർമൈൻഡ്. എങ്ങനെയാ ന്യൂക്ലിയസിന്റെ സൈസ് നമ്മൾ എക്സ്പെരിമെന്റലി ഡിറ്റർമൈൻ ചെയ്തത്? ത്രൂ റൂദർഫോർഡ്സ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. റൂദർഫോർഡിന്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആൽഫ പാർട്ടിക്കിൾ എന്താ? ഹീലിയം ന്യൂക്ലിയസ്. ഹീലിയം ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് മാസ് നമ്പർ ഓഫ് എ ന്യൂക്ലിയസ്. അപ്പൊ നമ്മളിവിടെ പ്രാക്ടിക്കൽ പർപ്പസസിന് വേണ്ടിയിട്ട് ന്യൂക്ലിയസിന് നമ്മളൊരു സ്പെറിക്കൽ ഷേപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ന്യൂക്ലിയസിന് ഒരു സ്പെറിക്കൽ ഷേപ്പ്. ഓക്കെ. നമുക്ക് കാൽക്കുലേഷൻ ഒക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂക്ലിയസിന് ഒരു സ്പെറിക്കൽ ഷേപ്പ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്പെറിക്കൽ ഷേപ്പിന്, സ്പിയറിന് ഒരു റേഡിയസ് കാണത്തില്ലേ? ഓഫ് കോഴ്സ് ഉണ്ട്. ആ റേഡിയസും ന്യൂക്ലിയസിന്റെ മാസ് നമ്പറും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എഴുതാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താ അവർ തമ്മിലുള്ള റിലേഷൻ? നമ്മൾ പഠിച്ചു, റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു a raised to 1/3. R equal to R0 a raised to 1/3. Where R എന്ന് പറയുന്നതാണ് എന്ത്? റേഡിയസ് ഓഫ് ന്യൂക്ലിയസ്. റേഡിയസ് ഓഫ് ന്യൂക്ലിയസ്. നമ്മൾ എന്ത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും നമ്മുടെ ആൻസർ ഷീറ്റിൽ എഴുതിയിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ അകത്ത് ഓരോ ലെറ്റേഴ്സും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, R equal to R0 a raised to 1/3. അതിൽ R എന്താണ്, R0 എന്താണ്, A എന്താണ് എന്നൊക്കെ നമ്മളൊന്ന് മെൻഷൻ ചെയ്തേക്കണം. അപ്പോൾ R നമ്മൾ പറഞ്ഞു റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് ആണ്. A എന്താണ്? A എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്. A മാസ് നമ്പർ ആണ്. R0 എന്താണ്? R0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ 1.5 ഫെംറ്റോമീറ്റർ. 1.5 ഫെംറ്റോമീറ്റർ. ഓക്കെ. ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല, ഒരു പാട്ടും കൂടി ഉണ്ട്. Show that the density of the nucleus is independent of its mass number. ഇങ്ങനെയുള്ള റേഡിയസ് R ഉള്ള R0 a raised to 1/3 റേഡിയസ് ഉള്ള ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം? മാസ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെൻസിറ്റിയുടെ ബേസിക് ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ റോ. റോ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡെൻസിറ്റി റെപ്രസെന്റ് ചെയ്യാറ്. വിച്ച് ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ന്യൂക്ലിയസിന്റെ മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ഇവിടെ പറയുമ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാസ് ഓഫ് ദി ന്യൂക്ലിയസിന്റെ മാസ് എത്രയായിരിക്കും? ന്യൂക്ലിയസിന്റെ അകത്ത് ന്യൂക്ലിയോൺസ് ഉണ്ടല്ലേ? ന്യൂക്ലിയോൺസ് ആരൊക്കെയാ? ന്യൂക്ലിയസിന്റെ അകത്തുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കുന്നത്. ഈ ന്യൂക്ലിയോൺസ് ആരൊക്കെയാ? പ്രോട്ടോൺസും ന്യൂട്രോൺസും. പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ മാസിന് വലിയ വ്യത്യാസമില്ല, ചെറിയൊരു വാല്യൂവിന്റെ മാത്രമേ വ്യത്യാസമുള്ളൂ. സോ ഹിയർ വി കൺസിഡർ മാസ് ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു മാസ് ഓഫ് ന്യൂട്രോൺ. ഈ ഒരു ഡെറിവേഷന്റെ സമയത്ത് നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്? മാസ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് ന്യൂട്രോണും സെയിം ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ എം മാസ് ഉള്ള എത്ര ന്യൂക്ലിയോൺസ് ഉണ്ട് ഒരു ന്യൂക്ലിയസിന്റെ അകത്ത്? മാസ് നമ്പറിന്റെ അത്രയും ന്യൂക്ലിയോൺസ് ഇല്ലേ? മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാസ് ഓഫ് ന്യൂക്ലിയസിനെ എനിക്ക് എങ്ങനെ എഴുതാം? മാസ് നമ്പർ ഇൻറ്റു ഓരോ ന്യൂക്ലിയോണിന്റെയും മാസ്. ഓക്കെ, ഇപ്പം 10 ന്യൂക്ലിയോൺ ആണ് ഉള്ളെങ്കിൽ 10 ഇൻറ്റു ഒരു ന്യൂക്ലിയോണിന്റെ മാസ് ഡിവൈഡഡ് ബൈ വോളിയം. നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിനെ നമ്മളിപ്പം എന്തായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? ഒരു സ്പെറിക്കൽ ഷേപ്പിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്പിയറിന്റെ വോളിയം 4/3 πr³. 4/3 πr³. ആറിന് r0a⁻⁴ എന്ന് എഴുതത്തില്ലേ? എഴുതാം. 4/3 π ഇൻറ്റു r0a⁻⁴³ which is equal to 4/3 π r0³ a. ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും a കട്ട് ചെയ്തു. a കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 3m/4 π r0³ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഒന്ന് നോക്കിയേ. 3 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. മാസ് ഓഫ് ന്യൂക്ലിയോൺ, എല്ലാ ന്യൂക്ലിയസിനും മാസ് ഓഫ് ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് സെയിം ആണ്. 4ഉം പൈയും r0യും കോൺസ്റ്റൻസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് ആണ് കിട്ടുന്നത്. അത് മാസ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഹെൻസ് വി പ്രൂവ് ദാറ്റ് ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് നമ്പർ. ഒരു ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി മാസ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മാസ് നമ്പർ വേരി ചെയ്യുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റിക്ക് യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടാവുന്നില്ല. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഡെൻസിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് ആയിട്ട് പല വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അതൊന്ന് ആ ഡെറിവേഷൻ, വളരെ ചെറിയൊരു ഡെറിവേഷൻ ആണ്, ഒരു 2 പ്രാവശ്യം ഒന്ന് എഴുതി പഠിച്ചേക്കണം. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ഇക്വേഷൻ നമ്മളിപ്പം റേഡിയസിന്റെ ഒരു ഇക്വേഷൻ പറഞ്ഞായിരുന്നു അല്ലേ? എന്തായിരുന്നു റേഡിയസിന്റെ ഇക്വേഷൻ? r ഈക്വൽ ടു r0a⁻⁴. ഇതാണ് നമ്മൾ റേഡിയസിന്റെ ഇക്വേഷൻ എഴുതിയത്. ഓക്കെ, റേഡിയസും മാസ് നമ്പറും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, ആ ഒരു റിലേഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ന്യൂക്ലിയൈ ഹാവ് മാസ് നമ്പേഴ്സ് ഇൻ ദ റേഷ്യോ 1:8. മാസ് നമ്പറിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 1:8. അപ്പം A1:A2 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1:8. അല്ലെങ്കിൽ A1/A2 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1/8. ഓക്കെ, ഇനിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ ന്യൂക്ലിയർ റേഡിയൈ? ഇങ്ങനെ മാസ് നമ്പർ 1:8 ഈ 2 ന്യൂക്ലിയസിന്റെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് എഴുതാം അല്ലേ? എന്താണ്? r1/r2 ഈക്വൽ ടു r0a1⁻⁴ ഡിവൈഡഡ് ബൈ r0a2⁻⁴. r0യും r0യും ക്യാൻസൽ ചെയ്യാം. a1/a2 എന്ന് പറയുന്നത് 1/8 ആണ്, ഹോൾ റേസ് ടു 1/3. ഓക്കെ, 8ന്റെ ക്യൂബ് റൂട്ട് എത്ര വരും? 2. റേഷ്യോ എത്രയാണ്? 1/2. അല്ലെങ്കിൽ r1:r2 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1:2. ഈസി അല്ലേ? സിമ്പിൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് മാത്രം. ഓക്കെ, then our next question. Draw a plot of
ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആസ് എ ഫങ്ഷൻ ഓഫ് മാസ് നമ്പർ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. എന്തായിരുന്നു ബൈൻഡിങ് എനർജി? ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞ് നമ്മളൊരു ടേം പഠിച്ചായിരുന്നു. എന്താണ് ഈ ബൈൻഡിങ് എനർജി? ന്യൂക്ലിയസിൻ്റെ അകത്ത് ന്യൂക്ലിയോൺസ് ഉണ്ട്, പ്രോട്ടോണും ന്യൂട്രോണും. ഈ പ്രോട്ടോണും ന്യൂട്രോണും വെളിയിലെങ്ങും പോകാതെ ആ ന്യൂക്ലിയസിൻ്റെ അകത്ത് തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എനർജീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൈൻഡിങ് എനർജി എന്ന് പറയും. നമ്മൾ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ന്യൂട്രോൺസും പ്രോട്ടോൺസും ഒക്കെ ന്യൂക്ലിയസിൻ്റെ അകത്തുനിന്ന് ചാടിപ്പോവും. അപ്പം നമ്മളൊരു മിനിമം എനർജിയിൽ അവരെ പിടിച്ചു നിർത്തിയിരിക്കുക. ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് പിടിച്ചു നിർത്തിയിരിക്കുക. അങ്ങനെ നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ട ഒരു എനർജി ഉണ്ടല്ലോ, മിനിമം എമൗണ്ട് ഓഫ് എനർജി, അതിനെയാണ് നമ്മൾ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. ഇനിയോ ഈ ഒരു ടേമിനെ തന്നെ നമ്മൾ വേറൊരു രീതിയിൽ പറയുവാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ബൈൻഡ് ചെയ്തിരിക്കുന്ന ഈ ന്യൂക്ലിയസിൽ നിന്നും ഒരു ന്യൂക്ലിയോണിനെ എനിക്ക് റിലീസ് ചെയ്യണം, എമിറ്റ് ചെയ്യിപ്പിക്കണം, എസ്കേപ്പ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ ബൈൻഡിങ് എനർജി അങ്ങോട്ട് കൊടുക്കണം. അത്രയും എനർജി കൊടുക്കണം. എങ്കിലും മാത്രമേ ഒരു ന്യൂക്ലിയോണിനെ എനിക്ക് അതിൻ്റെ അകത്തുനിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വേണേലും നമുക്ക് ബൈൻഡിങ് എനർജീനെ ഡിഫൈൻ ചെയ്യാം. അപ്പം ഈ ന്യൂക്ലിയോൺസിനെ എല്ലാം ന്യൂക്ലിയസിൻ്റെ അകത്ത് പിടിച്ചു നിർത്തുന്ന ആ ഒരു എനർജിക്ക് നമ്മൾ പറയുന്ന പേരാണ് ബൈൻഡിങ് എനർജി. അങ്ങനെയാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്താണ്? ഓരോരുത്തർക്കുമുള്ള ബൈൻഡിങ് എനർജി. ന്യൂക്ലിയസിൻ്റെ അകത്ത് മാസ് നമ്പർ എ ഉള്ള ന്യൂക്ലിയസിൻ്റെ അകത്ത് എ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് കാണും. അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ബൈൻഡിങ് എനർജി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കുമുള്ള ബൈൻഡിങ് എനർജീനെയാണ് നമ്മൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു പ്ലോട്ട് വരയ്ക്കാൻ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും മാസ് നമ്പറും തമ്മിലുള്ള റിലേഷൻ. അതായത് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് കൂടുന്നതിനനുസരിച്ച് ഈ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതൊരു ഗ്രാഫായിട്ട് വരയ്ക്കാം. സ്ഥിരമായിട്ട് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ഒരു ഗ്രാഫാണിത്. അപ്പം നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് വരച്ച് പഠിച്ചേക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഗ്രാഫ് നമ്മുടെ NCERT-ക്കകത്തെ ഗ്രാഫാണ്. ഒരു ഗ്രാഫ് ഒരു പ്രത്യേക രീതിയിലുള്ള ഗ്രാഫാണ്. അപ്പം നിങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതൊന്ന് വരച്ച് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഗ്രാഫ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 2 ആക്സിസ് വേണം. അതിൽ എക്സ് ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് മാസ് നമ്പർ ആണ്. എക്സ് ആക്സിസിൽ നമ്മൾ മാസ് നമ്പർ മാർക്ക് ചെയ്തു. വൈ ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ അത് നമ്മൾ മെഷർ ചെയ്യുന്നത് മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ്. എനർജി ഇവിടെ നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. ഇവിടെ നമുക്ക് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കിട്ടുന്നത് മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ്. മെഗാ എന്ന് പറയുന്നത് 10⁶. അത്രയും ഇലക്ട്രോൺ വോൾട്ടിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കാണിച്ചിരിക്കുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള എലമെന്റ്സിനെയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഹൈഡ്രജന്റെ 2 ഐസോടോപ്പുകൾ H2 H3. പിന്നെ ഹീലിയം വരുമ്പോഴത്തേക്കും ഒരു പീക്ക് വരും. അത് കഴിഞ്ഞ് ലിഥിയം വരുമ്പോഴത്തേക്കും വീണ്ടും ആ പീക്ക് താഴോട്ട് ഡൗൺ ആവും. നെക്സ്റ്റ് കാർബൺ ഒരു ഹൈക്കുണ്ട്. നൈട്രജൻ, ഓക്സിജന്റെ ഐസോടോപ്പ്, സൾഫർ, അയൺ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫിലെ ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഉള്ള ആർക്കാണ്? അയണിനാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ മാക്സിമം ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ ന്യൂക്ലിയോണിനും മാക്സിമം എമൗണ്ട് ഓഫ് ബൈൻഡിങ് എനർജി ആണുള്ളത്. അപ്പോൾ ആ അയണിൽ നിന്നും ഒരു ന്യൂക്ലിയോണിനെ നമുക്ക് പുറത്തോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും എനർജി കൊടുക്കണം. 8.5 × 10⁶ ഇലക്ട്രോൺ വോൾട്ടോളം എനർജി കൊടുക്കണം. ഓക്കെ, വിച്ച് മീൻസ് അയൺ ഈസ് ദി മോസ്റ്റ് സ്റ്റേബിൾ ന്യൂക്ലിയർ. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയർ ആരാണ്? അയണാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. ഹൗ ഡു യു എക്സ്പ്ലെയിൻ ദ കോൺസ്റ്റൻസി ഓഫ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ in the range of 30 less than A less than 170 using the property that nuclear force is short ranged?
അപ്പൊ നമ്മൾ ഈ ഗ്രാഫ് വെച്ച് റിലേറ്റ് ചെയ്ത് കുറച്ച് ഒബ്സർവേഷൻസ് ഒക്കെ കണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെ ഒബ്സർവേഷൻസാണ് നമ്മൾ കണ്ടേ? ലൈറ്റ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് A<30, മാസ് നമ്പർ 13നേക്കാളും കുറവുള്ള ന്യൂക്ലിയസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ലൈറ്റ് ന്യൂക്ലിയ എന്ന് വിളിക്കും. ലൈറ്റ് ന്യൂക്ലിയയ്ക്ക് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ്. അതുപോലെ ഹെവി ന്യൂക്ലിയ എന്ന് പറയുന്നത് മാസ് നമ്പർ ഗ്രേറ്റർ ദാൻ 170 വരുന്ന ആൾക്കാരെല്ലാം ആരാണ്? ഹെവി ന്യൂക്ലിയയാണ്. ഈ ഹെവി ന്യൂക്ലിയയ്ക്കും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഭയങ്കര കുറവാണ്. ഇവരുടെ ഇടയിൽ വരുന്ന മാസ് നമ്പേഴ്സ് അതായിരിക്കാ 30 ലെസ് ദാൻ A<170. 30 തൊട്ട് 170 വരെ മാസ് നമ്പർ വരുന്ന ന്യൂക്ലിയേഴ്സിന് ബൈൻഡിങ് എനർജി എങ്ങനെയാണ്? ഇവരെ നമ്മൾ മിഡിൽ ന്യൂക്ലിയ എന്ന് വിളിക്കും കേട്ടോ. ഇവരെ നമ്മൾ മിഡിൽ ന്യൂക്ലിയ. ഓക്കെ, ഇവരുടെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ. ഇത് ഈ ഗ്രാഫ് നോക്കി, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. പ്രോപ്പറായിട്ട് കോൺസ്റ്റന്റ് എന്നല്ല, അപ്രോക്സിമേറ്റ്ലി ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ കോൺസ്റ്റൻസിയുടെ കൺസെപ്റ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ച്ഡ് ആണ് ന്യൂക്ലിയർ ഫോഴ്സ്, ഷോർട്ട് റേഞ്ച്ഡ് ആണെന്ന് പറയണം. ഷോർട്ട് റേഞ്ച്ഡ് മീൻസ് കുറച്ച് ദൂരത്തേക്ക് എന്ത് ചെയ്യത്തുള്ളൂ? അത് ആക്ട് ചെയ്യത്തുള്ളൂ. ന്യൂക്ലിയർ ഫോഴ്സ് കുറച്ച് ദൂരത്തേക്ക് അത് ആക്ട് ചെയ്യത്തുള്ളൂ. നമ്മൾ ഓൾറെഡി കണ്ടു ന്യൂക്ലിയേഴ്സിന്റെ സൈസ് ഓഫ് ന്യൂക്ലിയേഴ്സ് എന്ന് പറയുന്നത് 10⁻⁻14 മീറ്റർ ടു 10⁻⁻15 മീറ്റർ ആണ്. അപ്പോൾ ഓൾറെഡി ന്യൂക്ലിയോൺസിന്റെ ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ന്യൂക്ലിയോൺസ് ഇരിക്കുന്ന ആ ഒരു സ്പേസ് തന്നെ വളരെ ചെറിയ ഒരു സ്പേസ് ആണ്. അപ്പൊ അതിലിരിക്കുന്ന ന്യൂക്ലിയോൺസ് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ന്യൂട്രോണും പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ എന്തുണ്ട്? ഒരു ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. ആ ന്യൂക്ലിയർ ഫോഴ്സ് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഷോർട്ട് റേഞ്ച് എന്ന് വിളിക്കുന്നത്. ആ ഒരു ഫെംറ്റോമീറ്ററിന്റെ റേഞ്ചിൽ മാത്രമേ നമുക്ക് ആ ഒരു ന്യൂക്ലിയർ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അത് കഴിയുമ്പോഴത്തേക്കും ന്യൂക്ലിയോൺസ് തമ്മിലുള്ള അകലം കൂടുന്തോറും ആ ന്യൂക്ലിയർ ഫോഴ്സ് കുറയും. ഓക്കെ, ന്യൂക്ലിയർ ഫോഴ്സ് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവർ അൺസ്റ്റേബിൾ ആയിട്ട് മാറും. ഓക്കെ, അപ്പം കോൺസ്റ്റൻസി കാണിക്കാനുള്ള കാരണം അവരുടെ ഇടയിലുള്ള ന്യൂക്ലിയർ ഫോഴ്സ് കൂടുതലായതുകൊണ്ടാണ്. അവരെല്ലാം അടുപ്പിച്ച് നിർത്തിയിരിക്കുവാണ്. അങ്ങനെ നല്ല ഫോഴ്സിൽ എല്ലാ ന്യൂക്ലിയോൺസിനെ ഇങ്ങനെ അടുപ്പിച്ച് നിർത്തുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ഒരു ന്യൂക്ലിയസിന്റെ അകത്ത് തന്നെ പിടിച്ചു നിർത്തുമ്പം പുറത്തുനിന്ന് ഒരാളെ ഒരു ന്യൂക്ലിയോണിനെ വന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ഒരു കോൺസ്റ്റൻസി അവരവിടെ കാണിക്കുന്നത്. ഓക്കെ, then our next question. Explain the process of nuclear fission and nuclear fusion by using the plot of binding energy per nucleon versus mass number. അത് നമ്മൾ തൊട്ട് മുന്നേ വരച്ച ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും മാസ് നമ്പറും തമ്മിലുള്ള ആ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ന്യൂക്ലിയർ ഫിഷൻ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അവർ പറയുന്നത്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താലോ? നിങ്ങൾക്കറിയാം ന്യൂക്ലിയർ ഫിഷൻ എന്താണ്, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താന്നൊക്കെ നമുക്കറിയാം അല്ലേ? ന്യൂക്ലിയർ ഫിഷൻ എന്തായിരുന്നു? ന്യൂക്ലിയർ ഫിഷൻ രണ്ട് ലൈറ്റ് ന്യൂക്ലിയേഴ്സ് ഒരു ഹെവി ന്യൂക്ലിയേഴ്സ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് മിഡിൽ ന്യൂക്ലിയേഴ്സ് ആയിട്ട് മാറുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ. ഒരു ഹെവി ന്യൂക്ലിയസ് എന്ന് പറയുന്നത് A>170 മാസ് നമ്പർ 170നേക്കാളും മേളിലുള്ള ന്യൂക്ലിയേഴ്സ് അൺസ്റ്റേബിൾ ആണ്. ഇവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഹെവി ന്യൂക്ലിയേഴ്സ് എന്ന് വിളിക്കും. ഇവര് അൺസ്റ്റേബിൾ ആണ്. അപ്പൊ എപ്പോഴും ഒരു സിസ്റ്റം സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളാണെങ്കിലും സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാ. അപ്പൊ ഈ അൺസ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഈ ന്യൂക്ലിയേഴ്സ് സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഇവർ സ്പ്ലിറ്റ് ചെയ്ത് ഇവർ രണ്ട് ലൈറ്റ് ന്യൂക്ലിയേഴ്സ് ആയിട്ട് മാറും. മിഡിൽ ന്യൂക്ലിയേഴ്സ് ആയിട്ട് മാറും. മിഡിൽ ന്യൂക്ലിയേഴ്സിന്റെ പ്രത്യേകത എന്താ? മിഡിൽ ന്യൂക്ലിയേഴ്സ് എന്ന് പറയുന്നത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതലുള്ള ആൾക്കാരാണ് മിഡിൽ ന്യൂക്ലിയേഴ്സ്.
വിച്ച് മീൻസ് ദേ ആർ സ്റ്റേബിൾ. മിഡിൽ ന്യൂക്ലിയസ് എന്താണ്? സ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്ത് എന്തായിട്ട് മാറും? സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് ആയിട്ട് മാറും. ആ പ്രോസസ്സിനാണ് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ബൈൻഡിങ് എനർജി കർവ് കണ്ടപ്പോൾ നമ്മൾ കണ്ടു 30ക്കും 170ക്കും ഇടയിലുള്ള ആൾക്കാരാണ്, മാസ് നമ്പർ വരുന്ന ന്യൂക്ലിയസ് ആണ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെക്കാളും മാസ് നമ്പർ ഉള്ള ഹെവി ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആണ്. അവർ സ്പ്ലിറ്റ് ചെയ്ത് എന്തായിട്ട് മാറും? മിഡിൽ ന്യൂക്ലിയസ് ആയിട്ട്, സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഓക്കെ, അതുപോലെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണ്? രണ്ട് ലൈറ്റ് ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്ത് ഒരു ഹെവി ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഒരു മിഡിൽ ന്യൂക്ലിയസ് ആവുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈൻഡിങ് എനർജി കർവ് കണ്ടപ്പോൾ വരച്ചപ്പോൾ നമ്മൾ കണ്ടു ലൈറ്റ് ന്യൂക്ലിയസ് ആയിട്ടുള്ള ഹൈഡ്രജൻ, ഹീലിയം, കാർബൺ ഇവർക്കൊക്കെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ്. അതായത് A<30 വരുന്നവർക്ക്, മാസ് നമ്പർ <30 വരുന്ന ന്യൂക്ലിയസിനെ നമ്മൾ ലൈറ്റ് ന്യൂക്ലിയ എന്ന് വിളിച്ചു. എന്തെന്ന് വിളിച്ചു? ലൈറ്റ് ന്യൂക്ലിയസ്. ഇവരെങ്ങനെയാണ്? ഇവർ അൺസ്റ്റേബിൾ ആണ്. ഇവർ അൺസ്റ്റേബിൾ ആവാനുള്ള കാരണം ഇവരുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ്. ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ അവരെ പിടിച്ചു നിർത്താനുള്ള ആ ഒരു എനർജി കുറവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരാൾക്ക് വന്ന് ഈസി ആയിട്ട് ഒരു ന്യൂക്ലിയോണിനെ അതിൻ്റെ അകത്തൊന്നും എടുത്തുകൊണ്ട് പോകാം. സോ മാസ് നമ്പർ <30 വരുന്ന എല്ലാ ന്യൂക്ലിയസും എന്താണ്? ലൈറ്റ് ന്യൂക്ലിയസ് ആണ്. ദേ ആർ അൺസ്റ്റേബിൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെ അൺസ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഈ ലൈറ്റ് ന്യൂക്ലിയസ് രണ്ടുപേര് കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറും? സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഇവരെന്തായിട്ട് മാറും? സ്റ്റേബിൾ ആയിട്ടുള്ള മിഡിൽ ന്യൂക്ലിയസ് ആയിട്ട് മാറും. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ അല്ലേ? ഓക്കെ, then our next question. Heavy stable nucleus have more neutrons than protons. ഒരു ഹെവി ന്യൂക്ലിയസിന് കൂടുതൽ കൂടുതൽ ന്യൂട്രോൺസ് ആയിരിക്കും പ്രോട്ടോൺസിനേക്കാൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി ഫാക്ട് ദാറ്റ്, ഇതിന് കാരണം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒരു ഹെവി ന്യൂക്ലിയസ് എന്ന് പറയുമ്പം A ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? 170 ആയിരിക്കും. മാസ് നമ്പർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 170 അല്ലെങ്കിൽ 170ക്ക് അടുത്ത് വരുന്ന മാസ് നമ്പർ ഉള്ള ന്യൂക്ലിയസ് ആയിരിക്കും. ഓക്കെ, അവർക്ക് ന്യൂട്രോൺസിന്റെ എണ്ണം കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ന്യൂട്രോൺസിന്റെ ചാർജ് എന്നാടാ മക്കളെ? ന്യൂട്രോൺസ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. ന്യൂട്രോൺസ് എന്ന് പറയുന്നത് ന്യൂട്രൽ പാർട്ടിക്കിൾസ് ആണ്. ഈ പ്രോട്ടോൺസ് എന്ന് പറയുന്നവർ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. ന്യൂട്രോൺസ് ന്യൂട്രൽ ആണ്, പ്രോട്ടോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പൊ നമ്മളൊരു ഹെവി സ്റ്റേബിൾ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഒരു ഹെവി ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂടുതൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും കമ്പയർഡ് ടു ലൈറ്റ് ന്യൂക്ലിയസ്. ലൈറ്റ് ന്യൂക്ലിയസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഹീലിയം ആണെന്നുണ്ടെങ്കിൽ 2 പ്രോട്ടോൺസേ ഉള്ളൂ. ഓക്കെ, പകരം യുറേനിയം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 235 ആണ് അതിൻ്റെ മാസ് നമ്പർ. അപ്പം അതിൻ്റെ പകുതിയെങ്കിലും എന്ത് കാണും? പ്രോട്ടോൺസ് കാണും. പകുതിയിൽ കുറവായിരിക്കും പ്രോട്ടോൺസിൻ്റെ എണ്ണം. ഓക്കെ, അങ്ങനെ 92 ആണ് അതിൻ്റെ പ്രോട്ടോൺസിൻ്റെ എണ്ണം. അപ്പം ഇത്രയും 92 പ്രോട്ടോൺസ് ഈ ഒരു സെൻറ്റർ പോർഷനിൽ, ആറ്റത്തിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇരിക്കുക. ഈ പ്രോട്ടോൺസിനെല്ലാം പോസിറ്റീവ് ചാർജാണ്. അപ്പം നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരുപോലെയുള്ള ചാർജസ് അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പം ഇത്രയും പ്രോട്ടോൺസ് ഇങ്ങനെ അടുത്തടുത്തിരിക്കുമ്പോഴത്തേക്കും ആ പ്രോട്ടോൺസിനെല്ലാം പോസിറ്റീവ് ചാർജാണ്. അപ്പം ഇവർ തമ്മിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ടാവും. ഇവരെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പം ഇവരുടെ ഈ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ന്യൂട്രോൺസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും ഉള്ളത്. ഇവിടെ നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഹെവി ആയിട്ടുള്ള സ്റ്റേബിൾ ന്യൂക്ലിയസ് ആണ്. സ്റ്റേബിൾ ന്യൂക്ലിയസ് ആണെന്നുണ്ടെങ്കിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ബൈൻഡിങ് എനർജി കൂടുതലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഹെവി ന്യൂക്ലിയസ് സ്റ്റേബിൾ ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ന്യൂട്രോൺസിൻ്റെ എണ്ണം ആ ഒരു ന്യൂക്ലിയസിൻ്റെ അകത്ത് കൂടുതലുണ്ടാവണം. ഓക്കെ, അപ്പം ആ പ്രോട്ടോൺസ് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്പർ ഓഫ് ന്യൂട്രോൺസിനെ ഈ ഒരു ന്യൂക്ലിയസിൽ
അക്യൂമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് നോക്കിയാലോ. ന്യൂട്രോൺസ് ആർ ഹെവിയർ ദാൻ പ്രോട്ടോൺസ് ആണോ? ഇവർ തമ്മിൽ ചെറിയൊരു മാസ് ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ന്യൂട്രോൺസിന് പ്രോട്ടോൺസിനേക്കാളും ഭയങ്കര കൂടുതൽ മാസ് ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സെക്കൻഡ് ഓപ്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോൺസ് ആർ റിപ്പൾസീവ്. അതെ, രണ്ട് പ്രോട്ടോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രോട്ടോൺസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ല, ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആണ്. ഓക്കെ, ന്യൂട്രോൺസ് ഡീകേ ഇൻറ്റു പ്രോട്ടോൺസ് ത്രൂ ബീറ്റാ ഡീകേ. ന്യൂക്ലിയർ ഫോഴ്സസ് ബിറ്റ്വീൻ ന്യൂട്രോൺസ് ആർ വീക്കർ ദാൻ ദാറ്റ് ബിറ്റ്വീൻ പ്രോട്ടോൺസ്. അപ്പോൾ അതൊന്നും വരത്തില്ല. നമ്മുടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോൺസ് ആർ റിപ്പൾസീവ് ഇൻ നേച്ചർ. ആ റിപ്പൾസീവ് ഫോഴ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വെൻ 2 nuclei fuse together to form a heavy nucleus, then the binding energy per nucleon increases, decreases, do not change, and total binding energy decreases. A less than or equal to 10 എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ A less than or equal to 10 എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെങ്കിലും ആ ന്യൂക്ലിയസ് എന്ത് ന്യൂക്ലിയസ് ആണ്? ലൈറ്റ് ന്യൂക്ലിയസ് ആണ്. A less than or equal to 10 എന്ന് പറയുന്നത് ലൈറ്റ് ന്യൂക്ലിയസ് ആണ്. ലൈറ്റ് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു A less than 30 ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ന്യൂക്ലിയ ആണ്. അവർ അൺസ്റ്റേബിൾ ആണ്. ബിക്കോസ് അവരുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ്. ഈ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അതായത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ ഫ്യൂസ് ചെയ്ത് ഒരു ഹെവി ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബൈൻഡിങ് എനർജിക്ക് വരുന്ന വ്യത്യാസം എന്താണ്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വിൽ ഇൻക്രീസ്. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ന്യൂക്ലിയസ് ഈസ് സ്റ്റേബിൾ. അപ്പം നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇൻക്രീസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 3 ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സിന്റെ 3 പ്രോപ്പർട്ടീസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ന്യൂക്ലിയർ ഫോഴ്സ്? ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോൺസ് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ന്യൂക്ലിയർ ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി, ന്യൂക്ലിയർ ഫോഴ്സിന്റെ ഒന്നിലധികം പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ നമുക്കറിയാവുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ മെൻഷൻ ചെയ്യാൻ പോവാണ്. ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ഷോർട്ട് റേഞ്ച്ഡ്. എന്താണ്? ഷോർട്ട് റേഞ്ച്ഡ് ആണ്. ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. അതായത് ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ഫോഴ്സ് ആണ്. ന്യൂക്ലിയേഴ്സിന്റെ സൈസ് തന്നെ 10⁻15 മീറ്റർ ആണ്. അപ്പം അതിനകത്തുള്ള ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് അത് ഷോർട്ട് റേഞ്ച്ഡ് ആയിരിക്കും. ന്യൂക്ലിയർ ഫോഴ്സ് ഷോർട്ട് റേഞ്ച്ഡ് ആണ്. ലാർജ് ഡിസ്റ്റൻസിലോട്ട് അത് എന്ത് ചെയ്യത്തില്ല? ആക്ട് ചെയ്യത്തില്ല. ഇനി ഈ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ചാർജ് ഇൻഡിപെൻഡന്റ് ആണ്. ചാർജ് ഇൻഡിപെൻഡന്റ് ആണ്. ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് ന്യൂട്രോൺസും പ്രോട്ടോൺസും ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 ന്യൂട്രോൺസ് തമ്മിലുള്ള ഫോഴ്സ്, അതുപോലെ 2 പ്രോട്ടോൺസ് തമ്മിലുള്ള ഫോഴ്സ്, അതുപോലെ ഒരു ന്യൂട്രോണും ഒരു പ്രോട്ടോണും തമ്മിലുള്ള ഫോഴ്സ്, ഇത് 3ഉം സെയിം ആയിരിക്കും. ന്യൂട്രോൺ ഫോഴ്സും പ്രോട്ടോൺ തമ്മിലുള്ള ഫോഴ്സും ന്യൂട്രോൺ പ്രോട്ടോൺ തമ്മിലുള്ള ഫോഴ്സും സെയിം ആയിരിക്കും. ഓക്കെ, വിച്ച് മീൻസ് ചാർജ് ഇൻഡിപെൻഡന്റ് ആണ് ആര്? ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, വേറൊരു പ്രോപ്പർട്ടി, ഈ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ആണ്. ന്യൂക്ലിയർ ഫോഴ്സ് സാച്ചുറേറ്റഡ് ആണ്. മീൻസ് ഡിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ആ ഒരു ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. കുറഞ്ഞ് അത് 0 ആകും. വിച്ച് മീൻസ് അവർ തമ്മിലുള്ള ആ ഒരു ഫോഴ്സിന് ഒരു വാല്യൂ ഉണ്ട്. ഒരു വാല്യൂവിലേക്ക് റീച്ച് ചെയ്യുന്നുണ്ട്. ഒരു സാച്ചുറേഷൻ വാല്യൂവിലേക്ക് അത് റീച്ച് ചെയ്യുന്നുണ്ട്.
ഓക്കെ, വിച്ച് മീൻസ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് സാച്ചുറേറ്റഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സും മെൻഷൻ ചെയ്തു. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ എ പ്ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ എ പെയർ ഓഫ് ന്യൂക്ലിയോൺസ്. ഈ ന്യൂക്ലിയോൺസ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിൻ്റെ ഫംഗ്ഷൻ ആയിട്ട് വരയ്ക്കണം? ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ്റെ ഫംഗ്ഷൻ ആയിട്ട് വരയ്ക്കണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരച്ചാലോ? സെപ്പറേഷൻ നമ്മൾ എക്സ് ആക്സിസിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? സെപ്പറേഷൻ ആണ്. എക്സ് ആക്സിസിൽ സെപ്പറേഷൻ, സെപ്പറേഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയോൺസ് തമ്മിലുള്ള സെപ്പറേഷൻ ആണ് എക്സ് ആക്സിസിൽ. വൈ ആക്സിസിൽ കാണിച്ചിരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി ഇൻ മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അത്രയും പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഫ് വരച്ചു. ഇനി അവർ പറഞ്ഞിരിക്കുവാണ് മാർക്ക് ദ റീജിയൻസ് വെയർ പൊട്ടൻഷ്യൽ എനർജി ഈസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് വരുന്ന റീജിയന് മാർക്ക് ചെയ്യണം, നെഗറ്റീവ് വരുന്ന റീജിയന് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിനെ കുറിച്ച് കുറച്ചും കൂടെ പറയുവാണെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ് നോക്കി. ആ ഗ്രാഫിൽ അവരൊരു റെഫറൻസ് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ? R0 എന്ന് പറയുന്ന ഒരു റെഫറൻസ് പോയിന്റ്. R0, ഈ R0 വാല്യൂ എത്രയാണെന്നറിയാവോ? R0 എന്ന് പറയുന്നത് 0.8 ഫെംറ്റോമീറ്റർ ആണ്. R0 എന്ന് പറയുന്നത് 0.8 ഫെംറ്റോമീറ്റർ. അപ്പോൾ ഈ 0.8 ഫെംറ്റോമീറ്ററിന് താഴെയും 0.8 ഫെംറ്റോമീറ്ററിന്റെ മേളിലും, അതായത് ഡിസ്റ്റൻസ് R ഗ്രേറ്റർ ദാൻ R0യിലും R ലെസ് ദാൻ R0യിലും ഗ്രാഫ് 2 രീതിയിലാണ്. ശ്രദ്ധിച്ചോ? അപ്പോൾ ആദ്യം നമുക്ക് R ഗ്രേറ്റർ ദാൻ R0 നോക്കാം. R ഗ്രേറ്റർ ദാൻ R0 മീൻസ് 0.8 ഫെംറ്റോമീറ്ററിനേക്കാളും കൂടുതലാണ് ഡിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ, 0.8 ഫെംറ്റോമീറ്ററിനേക്കാളും കൂടുതലാണ് ഡിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ ആ ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആയിരിക്കും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, പക്ഷെ അധികം ദൂരം പോകാൻ പാടില്ല. ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കണം. അധികം ദൂരം പോകാൻ പാടില്ല. പക്ഷേ 0.8 ഫെംറ്റോമീറ്ററിനേക്കാളും കുറച്ചും കൂടെയൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയോൺസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി R0നേക്കാളും കുറവാണെന്ന് വിചാരിക്കാം. R0നേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ ഈ ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് റിപ്പൽസീവ് ആവും. എന്താവും? റിപ്പൽസീവ് ആവും. ന്യൂക്ലിയർ ഫോഴ്സ് റിപ്പൽസീവ് ആവും. അപ്പം R0 എന്ന് പറയുന്നതാണ് ആ ഒരു റെഫറൻസ് പോയിന്റ് വിച്ച് ഈസ് 0.8 ഫെംറ്റോമീറ്റർ. 0.8 ഫെംറ്റോമീറ്ററിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. 0.8 ഫെംറ്റോമീറ്ററിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ഫോഴ്സ് റിപ്പൽസീവ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റം, ആ ഒരു ന്യൂക്ലിയസ് മിനിമം പൊട്ടൻഷ്യൽ എനർജിയിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് എപ്പോഴാ? 0.8 ഫെംറ്റോമീറ്ററിൽ. 0.8 ഫെംറ്റോമീറ്റർ ആണ് ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂക്ലിയസിന്റെ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് പോസിറ്റീവ് വാല്യൂ, എവിടെയാണ് നെഗറ്റീവ് വാല്യൂ. ആക്സിസിന് മേളിലാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആണ്. ഈ എക്സ് ആക്സിസിന് താഴെയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആണ്. ഓക്കെ, ഇതും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഗ്രാഫാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ കർവ്. അതും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാസ് ഓഫ് എ ന്യൂക്ലിയസ് in its ground state is always less than total mass of its constituents, neutrons and protons. Explain. അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ആക്ച്വലി നമ്മളൊരു ന്യൂക്ലിയസിനെ എടുത്ത് മെഷർ ചെയ്ത് മാസ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ച് അവരുടെ മാസ് മെഷർ ചെയ്യുന്ന വാല്യൂ, കൂടാതെ ന്യൂക്ലിയോൺസിനെ സെപ്പറേറ്റ് നമ്മൾ മെഷർ ചെയ്ത് ടോട്ടൽ മാസ് എടുക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ആ ഒരു മാസ് ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാസ് ഡിഫക്റ്റ്. എന്താണ്? മാസ് ഡിഫക്റ്റ്, which is represented by delta M. മാസ് ഡിഫക്റ്റ്. അതായത് നമുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്, ഒരു ഹെവി ന്യൂക്ലിയസ് ഉണ്ട്. ഈ ഹെവി ന്യൂക്ലിയസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി എന്ന് വിചാരിക്കുക. സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്?
ന്യൂക്ലിയോൺസ് സെപ്പറേറ്റ് ചെയ്യും അല്ലേ? ന്യൂക്ലിയോൺസ് 2 കാറ്റഗറി ആയിട്ട് 2 ഗ്രൂപ്പായിട്ട് സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു മാസ് ഡിഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ദർ ഈസ് എ ഡിഫറൻസ് ഇൻ മാസ്. ആ ഡിഫറൻസ് ഇൻ മാസ് ആണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഡിഫറൻസ് ഇൻ മാസ് ആണ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐൻസ്റ്റീൻ്റെ ഫേമസ് റിലേഷൻ ആയിട്ടുള്ള E=mc² വെച്ച് ആ റിലീസ് ചെയ്യുന്ന എനർജീനെ നമുക്ക് എഴുതത്തില്ലേ? റിലീസ് ചെയ്യുന്ന എനർജി =Δm(c²). ഓക്കെ, ഇതിനെ നമ്മൾ ബൈൻഡിങ് എനർജി എന്ന് വിളിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മാസ് ഡിഫക്റ്റ് എത്ര മാത്രമായിരിക്കും? മാസ് ഡിഫക്റ്റിന് ഒരു ഇക്വേഷൻ എഴുതുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയോണിന്റെ ടോട്ടൽ മാസ് മൈനസ് ന്യൂക്ലിയേഴ്സിന്റെ ആക്ച്വൽ മാസ്. ന്യൂക്ലിയോൺസിന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് there are z number of protons having mass mp and there are a minus z number of neutrons having mass mn, which is the mass of total nucleons minus mass of actual nucleus. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാസ് ഡിഫക്റ്റ് എന്ന് പറയും. ഓക്കെ, ഈ ഡിഫറൻസ് ഇൻ മാസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം അതാണ് നമുക്ക് ഒരു ന്യൂക്ലിയർ എനർജി ആയിട്ട് കിട്ടുന്നത്. ഫ്യൂഷൻ പ്രോസസ്സുകളൊക്കെ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു മാസ് ആണ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാസിനെ നമുക്ക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ദെൻ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്, കൂടാതെ ഒരു MCQ ആണ്. ദ ഡിഫറൻസ് ഇൻ മാസ് ഓഫ് x7 nucleus and total mass of its constituent nucleons is 21.00 U. Binding energy per nucleon for this nucleus equal to the energy equivalent of. ഓക്കെ, നമ്മളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഡിഫറൻസ് ഇൻ മാസ് തന്നിട്ടുണ്ട്, ടോട്ടൽ മാസ് ഓഫ് ദി കോൺസ്റ്റുവന്റ് ന്യൂക്ലിയോൺസ് തന്നിട്ടുണ്ട്, 21.00 U ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ മാസ് ഓഫ് ദി ഡിഫറൻസ് ഇൻ മാസ് x7 ന്യൂക്ലിയസ് ആൻഡ് ടോട്ടൽ മാസ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റന്റ് ന്യൂക്ലിയസ്, അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മാസ് ഡിഫക്റ്റ് എന്ന്. മാസ് ഡിഫക്റ്റ് എത്രയാണ് ഇരിക്കുന്നത്? 21 U. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വേണം. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് ബൈൻഡിങ് എനർജി ഡിവൈഡഡ് ബൈ മാസ് നമ്പർ അല്ലേ? ബൈൻഡിങ് എനർജീനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? Δm(c²). Δm(c²) ആണ് ബൈൻഡിങ് എനർജി ഡിവൈഡഡ് ബൈ മാസ് നമ്പർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 21 U, യുവിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. യുവിലാണെന്നുണ്ടെങ്കിൽ 1U, 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 അറ്റോമിക് മാസ് യൂണിറ്റ് ഈസ് 1/12 ഓഫ് മാസ് ഓഫ് കാർബൺ 12 ആറ്റം അല്ലേ? 1U എന്ന് പറയുന്നത് 1/12 ഓഫ് മാസ് ഓഫ് കാർബൺ 12 ആറ്റം. ഓക്കെ, അതിനെ നമ്മൾ 1.66 × 10⁻⁻27 കിലോഗ്രാം എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 21 Δm(c²) ആണ് 21 U/A എന്ന് എഴുതാം. A എത്രയാണ്? 7, വിച്ച് ഈസ് 3U. Δm(c²) എന്ന് പറയുന്നത് 21 U ആണ്, which is divided by 7, which is equal to 3. ഏതൊരു ഓപ്ഷൻ? 3 വരും. എന്തിലാണ് നമ്മൾ യുവിൽ തന്നെ റെപ്രസെന്റ് ചെയ്തത്? ഓപ്ഷൻസിനകത്തെല്ലാം യുവിലായിരുന്നു, അതുകൊണ്ട് നമ്മൾ യുവിൽ തന്നെ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, then our next question. Nuclear fusion can liberate
മോർ എനർജി ദാൻ ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫിഷനേക്കാളും കൂടുതൽ എനർജി ലിബറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് നോട്ട് കോമൺലി യൂസ്ഡ് ഇൻ എനർജി പ്രൊഡക്ഷൻ. നമ്മൾ ഈ ന്യൂക്ലിയർ പ്രോസസ്സുകളൊന്നും എനർജി പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യാറില്ല, പ്രത്യേകിച്ച് ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ. എന്തുകൊണ്ടാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ന്യൂക്ലിയേഴ്സിന് പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ. ന്യൂക്ലിയേഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള രണ്ട് ലൈറ്റ് ന്യൂക്ലിയേഴ്സ് ഫ്യൂസ് ചെയ്യണം എങ്കിലേ എന്ത് നടക്കത്തുള്ളൂ, ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ്സ് നടക്കത്തുള്ളൂ. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള രണ്ട് ലൈറ്റ് ന്യൂക്ലിയേഴ്സ് ഫ്യൂസ് ചെയ്ത് ഹെവി ന്യൂക്ലിയേഴ്സ് ആയിട്ട് മാറണം, സ്റ്റേബിൾ ന്യൂക്ലിയേഴ്സ് ആയിട്ട് മാറണം. എങ്കിലേ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ്സ് നടക്കത്തുള്ളൂ, എങ്കിലേ നമുക്ക് എനർജി ലിബറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ രണ്ട് പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയേഴ്സ് അടുത്ത് വരുമ്പം എന്ത് സംഭവിക്കും, അവർ തമ്മിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ട്. ഈ ഫോഴ്സ് ഓഫ് റിപ്പൽഷനെ ഓവർകം ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇവരെ രണ്ടുപേരെയും കൂടെ ഫ്യൂസ് ചെയ്യിപ്പിക്കാൻ. അങ്ങനെ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ചെയ്യാറ് ഹൈ ടെമ്പറേച്ചറിൽ ഇവരെ ഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഹൈ ടെമ്പറേച്ചറിലാണ് ഇവരെ രണ്ടുപേരെയും കൂടെ ഫ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യത്തില്ല, അടുത്ത് വരത്തില്ല, ബിക്കോസ് ഓഫ് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ. ഫോഴ്സ് ഓഫ് റിപ്പൽഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടെമ്പറേച്ചർ കൊടുക്കും. ആ ടെമ്പറേച്ചറിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള മെറ്റീരിയൽസ് ഒന്നും നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതൊരു ഹൈ ടെമ്പറേച്ചർ ആണ്. ഹൈ ടെമ്പറേച്ചറിലാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻസ് നടക്കുന്നത്. ഓക്കെ, വിച്ച് ഈസ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. അങ്ങനെ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്ന ഒരു സ്ഥലം എവിടെയാണ്? സൺ. സണ്ണിൽ നടക്കുന്ന പ്രോസസ്സ് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് ഇൻവോൾവ് ഇൻ ദ ജനറേഷൻ ഓഫ് എനർജി ഇൻ ദി സൺ. ഓക്കെ, നമുക്കറിയാം സണ്ണിൽ ഭയങ്കര ടെമ്പറേച്ചർ ആണല്ലേ, അതുകൊണ്ടാണ് നമുക്ക് സണ്ണിന്റെ അടുത്ത് പോലും എത്താൻ പറ്റത്തില്ലാത്ത. അത്രയും ടെമ്പറേച്ചറിലാണ് രണ്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറുന്നത്, ഹീലിയമായിട്ട് മാറുന്നത്. ആ ഒരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സ് നമുക്കൊന്ന് നോക്കിയാലോ. ആ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? പ്രോട്ടോൺ പ്രോട്ടോൺ സൈക്കിൾ. എന്തുകൊണ്ടാ പ്രോട്ടോൺ സൈക്കിൾ എന്ന് വിളിക്കുന്നത്? കാരണം ഹൈഡ്രജന്റെ ലൈറ്റസ്റ്റ് ഐസോട്ടോപ്പ് ആയിട്ടുള്ളത് ആരാണ്? H11 ആണ് അല്ലേ. ലൈറ്റസ്റ്റ് ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് H11 ആണ്. അതിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. ഒരു പ്രോട്ടോൺ മാത്രമുള്ള ഹൈഡ്രജന്റെ ന്യൂക്ലിയസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രോട്ടോൺ എന്ന് വിളിക്കാം. രണ്ട് പ്രോട്ടോൺ കമ്പൈൻ ചെയ്ത് ഹീലിയമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് സണ്ണിൽ നടക്കുന്ന ഫ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു 4 സ്റ്റെപ്പ് വഴിയാണ് നടക്കുന്നത്. ആദ്യം രണ്ട് പ്രോട്ടോൺസ് കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറും? ഡ്യൂട്ടീരിയം ആയിട്ട് മാറും. ആ സമയത്ത് നമുക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ഉണ്ടാവുന്നുണ്ട്. കൂട്ടത്തിൽ പോസിട്രോണും ന്യൂട്രിനോയും ഉണ്ടാവുന്നുണ്ട്. ഈ പോസിട്രോൺ ഒരു ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്ത് ഗാമ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. ഓക്കെ, ഗാമ പാർട്ടിക്കിൾസിന്റെ കൂട്ടത്തിൽ ഒരു എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവുന്നുണ്ട്. ദെൻ ഇങ്ങനെ ഉണ്ടായി ഈ ഡ്യൂട്ടീരിയം എന്താ ചെയ്യും? വേറൊരു പ്രോട്ടോണുമായിട്ട് കമ്പൈൻ ചെയ്ത് ഹീലിയത്തിന്റെ ഐസോട്ടോപ്പ് ആയിട്ട് മാറും. കൂട്ടത്തിൽ വീണ്ടും എനർജി ലിബറേഷൻ ഉണ്ട്. ഓക്കെ, എല്ലാം എനർജിയും മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ്. ഇങ്ങനെ രണ്ട് ഹീലിയത്തിന്റെ ഐസോട്ടോപ്പുകൾ ഉണ്ടായി കഴിയുമ്പം വിച്ച് മീൻസ് ഈ 3 പ്രോസസ്സുകൾ 2 തവണ നടന്നു കഴിയുമ്പം 4ാമത്തെ പ്രോസസ്സ് ഒക്വർ ചെയ്യും. ഈ ഹീലിയത്തിന്റെ ഐസോട്ടോപ്പ് രണ്ടും കമ്പൈൻ ചെയ്ത് ഹീലിയമായിട്ട് മാറും. ഓക്കെ, അന്നേരം എന്ത് സംഭവിക്കുന്നുണ്ട്? എനർജി ലിബറേഷൻ ഉണ്ടാവുന്നുണ്ട്. ഇനി നിങ്ങൾ ആ എനർജി ലിബറേറ്റ് ചെയ്തെന്ന് ഓരോന്നും നോക്കിക്കേ. ആദ്യം 0.42 മെഗാ ഇലക്ട്രോൺ വോൾട്ട് വിച്ച് മീൻസ് 0.42 × 10⁻⁶
രണ്ടാമത്തെ പ്രോസസ്സിൽ 1.02 ഇൻറ്റു 10⁻⁶. മൂന്നാമത്തെ പ്രോസസ്സിൽ 5.49 ഇൻറ്റു 10⁻⁶. ഇത് തന്നെ 2 പ്രാവശ്യം നടക്കും. മൂന്നാമത്തെ പ്രോസസ്സിലോ 12.86 ഇൻറ്റു 10⁻⁶. അപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ അങ്ങനെ 2 പ്രോട്ടോൺസ് കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ടെമ്പറേച്ചർ കൊടുക്കണം. ഒരു ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ ഈ 2 പ്രോട്ടോൺസ് കമ്പൈൻ ചെയ്ത് ഹീലിയം ആവുന്ന ആ ഒരു പ്രോസസ്സ് നടക്കത്തുള്ളൂ. ബിക്കോസ് ഈ 2 പ്രോട്ടോണിനും പോസിറ്റീവ് ചാർജ് ആണ്. അവരടുത്ത് വരുമ്പം റിപ്പൽസീവ് ഫോഴ്സ് ആണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അത്യാവശ്യം നമ്മുടെ ഏരിയാസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നല്ല പോലെ നോട്ടും ടെക്സ്റ്റ് ബുക്കും ഒക്കെ വായിച്ച് കൂടുതൽ പ്രോബ്ലംസ് ഇനിയും വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് ബോർഡ് എക്സാമിന് നല്ല അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്.